രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത ഫെനി നാനാനെയാണ് നമ്മളെല്ലാവരും കണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ നിന്ന ആളുകളെല്ലാം കാലുമാറി രാഹുൽ മാങ്കൂട്ടത്തിനെ ഒറ്റപ്പെടുത്തി പാർട്ടി വരെ പുറത്താക്കിയ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ നിന്ന് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത ഫെനി നാനാൻ കഴിഞ്ഞ ദിവസം കുറേ ചാറ്റുകൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതിജീവിത എന്ന് പറയുന്ന ആ പരാതിക്കാരിയുടെ കുറച്ച് വാട്സാപ്പ് ചാറ്റുകളാണ്, കുറച്ച് ചാറ്റുകൾ 5 സ്ക്രീൻഷോട്ട് ചാറ്റുകളാണ് പുറത്തുവിട്ടിട്ടുള്ളത്. അതിനകത്ത് ഈ അതിജീവിത എന്ന് പറയുന്ന പരാതിക്കാരി രാഹുലിനെ കാണണമെന്ന് പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. കാരണം അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് ഈ രാഹുലിനെ കൊടുക്കാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്തൊരു സ്ക്രിപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോറിയാണ്. കാരണം ആ ഒരു ചാറ്റ് കാണുമ്പം തന്നെ അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കാരണം 2024 രാഹുൽ മാങ്കൂട്ടം ക്രൂരമായി പീഡിപ്പിച്ചു എന്ന് പറയുന്ന വ്യക്തി 2025 വരെ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് കോണ്ടാക്റ്റ് ഉള്ളതിൽ തെളിവാണ് ഈ ഫെനി നാനാൻ്റെ ചാറ്റിലൂടെ നമ്മൾ കണ്ടത്, അല്ലേ? ആ ഫെനി നാനാൻ ചാറ്റ് പുറത്തുവിട്ടതിന് ശേഷം ഫെനി നാനാൻ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാരണം ഇതിനകത്ത് ഞാൻ ആ ചാറ്റ് പുറത്ത് വിടുന്നതിന് മുമ്പ് ഫെനി നാനാൻ ഒരു പോസ്റ്റും കൂടി ഇട്ടിരുന്നു. കാരണം ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളോടെ. അപ്പോൾ അതിനകത്തൊന്നും ഈ പരാതിക്കാരിയുടെ ഐഡൻറ്റിറ്റി ഒരു കാര്യം ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. പേരോ ഊരോ ഒന്നും ഫെനി നാനാൻ വെളിപ്പെടുത്തിയിട്ടില്ല. ഫെനി നാനാൻ അതിനകത്ത് നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒന്നും തന്നെ ഞാൻ ഇവിടെ വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ അപ്പോഴേ നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പേരിലായിരിക്കും ഇനി ഫെനി നാനാനായിരിക്കും വേട്ടയാടാൻ പോകുന്നതെന്ന് നമ്മളെല്ലാവരും പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ പത്തനംതിട്ട സൈബർ പോലീസ് ഫെനി നാനാനെതിരെ കേസ് എടുത്തിട്ടുണ്ട്. എന്തായാലും അതിനുശേഷം ഫെനി നാനാൻ ഫേസ്ബുക്കിനകത്ത് 2 പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. അത് ഞാനിവിടെ കൊടുക്കാം. ഞാൻ ആദ്യം ഫെനി നാനാൻ്റെ പോസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് വായിക്കാം. കാരണം ആ ഒരു സ്ക്രീൻഷോട്ടിന് ശേഷം പത്തനംതിട്ട സൈബർ പോലീസ് ഫെനി നാനാനെതിരെ കേസെടുത്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് 2 പോസ്റ്റുകളാണ് ഫെനി നാനാൻ ഇട്ടിട്ടുള്ളത്. അത് ഞാൻ ഇവിടെ നിന്ന് വായിക്കാം. എനിക്കെതിരെ പത്തനംതിട്ട സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നു. പരാതിക്കാരിയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി അശ്ലീല ചുവയുള്ള സന്ദേശങ്ങൾ പോസ്റ്റ് ചെയ്തു എന്നൊക്കെയാണ് കേസ്. ജാമ്യമില്ലാത്ത വകുപ്പുകളും FIR-ലുണ്ട്. എൻ്റെ പോസ്റ്റുകൾ വായിച്ചവർക്ക് മനസ്സിലാകും ഞാൻ പരാതിക്കാരിയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുകയോ അവരെപ്പറ്റി അശ്ലീല പരാമർശനം നടത്തുകയോ ചെയ്തിട്ടില്ല എന്ന്. കേസ് വന്നതുകൊണ്ട് പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് രാഷ്ട്രീയ വേട്ടയാടലാണ്. ഇന്നലെ ഞാനിട്ട പോസ്റ്റിൽ പരാമർശിച്ചതുപോലെ കേസിനെ നേരിടും. ജാമ്യത്തിനായി കോടതിയെ സമീപിക്കും. FIR-ൻ്റെ നിയമസാധുതയെ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിക്കും. തലയും വാലുമില്ലാത്ത ചാറ്റുകളല്ല ഞാൻ പുറത്തുവിട്ടിട്ടുള്ളത്. അവരുമായി ആദ്യം മുതൽ സംസാരിക്കുന്ന ചാറ്റുകൾ കൈവശമുണ്ട്. അതെല്ലാം ശാസ്തമംഗലം അജിത് സാർ, അഡ്വക്കേറ്റ് ശേഖർ സാർ എന്നിവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകനാണ് ശാസ്തമംഗലം അജിത്ത്. ഇപ്പോൾ പുള്ളിയെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഈ ഒരു ഫെനി നാനാൻ്റെ ഈ വാട്സാപ്പ് ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടിന് ശേഷം അതിജീവിത എന്ന് പറയുന്ന ആ പരാതിക്കാരിയുടെ വോയിസിൽ പറഞ്ഞേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ തലയും വാലുമില്ലാത്ത ചാറ്റുകളാണ് പുറത്തുവിട്ടേക്കുന്നതെന്നാണ് പറഞ്ഞത്. ചാനലിൽ വന്ന് പരാതിക്കാരി പുറത്തുവിട്ട ശബ്ദ സന്ദേശത്തിൽ എന്നോട് സ്നേഹത്തോടെ പറഞ്ഞതുപോലെ ഫെനി നാനാൻ പേടിച്ചിട്ടുമില്ല പിന്നോട്ടുമില്ല. അതാണ് ഒരു നൻപൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കട്ട സുഹൃത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇത്രയും പ്രശ്നം വന്ന സമയത്ത് നമ്മൾ കണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ നിൽക്കാൻ കൂടെ നിന്നവർ പോലും പിന്മാറിയ അവസ്ഥയാണ്. സ്വന്തം പാർട്ടി പോലും കരിയില വലിച്ചെറിയുന്നത് പോലെയാണ് വലിച്ചെറിഞ്ഞത്, അല്ലേ? ആ സമയത്ത് ഈ ഫെനി നാനാൻ എന്ന് പറയുന്ന ഈ വ്യക്തി രാഹുലിനെ ചേർത്ത് പിടിച്ചത് അതിൽ അഭിനന്ദിക്കണം. ഇനി അടുത്ത പോസ്റ്റിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ MLA-ക്കെതിരെയുള്ള കേസിൽ പരാതിക്കാരിയെ ആക്ഷേപിച്ചു എന്ന പേരിൽ എനിക്കെതിരെ കേസെടുത്തു എന്ന് മാധ്യമങ്ങളിൽ നിന്ന് അറിയുന്നു. പരാതിക്കാരിയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നത് ഗുരുതരമായ കുറ്റമാണെന്ന് എനിക്കറിയാം. ഞാൻ ഒരു രീതിയിലും അത് ചെയ്തിട്ടില്ല. ഇനി ചാറ്റ് പുറത്തുവിട്ടതിലാണ് കേസെങ്കിൽ ആദ്യ ദിവസങ്ങളിൽ കുറേ ചാറ്റുകൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നല്ലോ. അവർക്കെതിരെ എന്താണ് കേസെടുക്കാത്തത്? അതങ്ങനെയാണല്ലോ. എന്തായാലും കേസിനെ നിയമപരമായി നേരിടും. ഈ വിഷയത്തിൽ നിയമലംഘനം നടത്തിയിട്ടില്ല എന്ന ബോധ്യമുണ്ട്. പ്രതികാര ബോധ്യത്തിൻ്റെ ഭാഗമായി എന്നെ വേട്ടയാടാൻ നിങ്ങൾക്ക് പറ്റും. പക്ഷേ എല്ലാത്തിനും മുകളിൽ കോടതിയുണ്ട്. അവിടെ സത്യം ബോധിപ്പിക്കും. FIR ലഭിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ നിയമസാധ്യതയെ ചോദ്യം ചെയ്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കും. പക്ഷേ നിങ്ങൾ എത്ര കേസെടുത്താലും ഞാൻ എൻ്റെ പോസ്റ്റിൽ ചോദിച്ച ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. പോസ്റ്റിൽ ചോദിച്ചേക്കുന്ന 2 ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം, 2ാമത്തെ കേസിൽ ബലാത്സംഗം ചെയ്യാൻ പെൺകുട്ടിയെ വാഹനത്തിൽ ഹോം സ്റ്റേയിൽ എത്തിച്ച് നൽകിയ എന്നെ എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തില്ല?
2024 ഏപ്രിൽ ബലാത്സംഗം ചെയ്തെന്ന് പരാതി നൽകിയ മൂന്നാമത്തെ കേസിലെ പരാതിക്കാരി എന്തുകൊണ്ട് 18 മാസങ്ങൾക്ക് ശേഷം ഐ പ്രിഫർ ഹിസ് ഫ്ലാറ്റ്, സേഫ് പ്ലേസ്, നൈറ്റ് ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ആ 2 ചോദ്യത്തിലാണ് പെടാൻ പോകുന്നത്. എന്തായാലും ഫെനി ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക. കാരണം സാധാരണക്കാരായിട്ടുള്ള സത്യം മനസ്സിലാവുന്ന ജനങ്ങളെല്ലാം ഫെനിയുടെ കൂടെ തന്നെ ഉണ്ടാകും. അത് വേറെ കാര്യം. ഇവിടെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇവർക്കെതിരെയെല്ലാം കേസ് കൊടുത്തേക്കുന്നത്. അപ്പം ഇവിടെ സ്വന്തം ഭർത്താവിരിക്കെ ആ ഭർത്താവിനെ ചതിച്ച് വിശ്വാസവഞ്ചന ചെയ്ത് മറ്റൊരു പുരുഷനോടുകൂടെ ഇറങ്ങി പോകുന്ന ആ വ്യക്തിയല്ലേ ഇവിടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നത്? അതോ അങ്ങനെ കാണിച്ച തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്ന സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്ന അവരാണോ സ്ത്രീത്വത്തെ അപമാനിക്കുന്നത്? അതെങ്ങനെയാണ് സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് ആയിട്ട് വരും? അപ്പോൾ എന്തായാലും ഇത് ഹരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്കെല്ലാം ഇതിലൂടെ തന്നെ ഇപ്പം തലയും വാലുമില്ലാത്ത ചാറ്റ് പുറത്തു വിട്ടെന്നാണ് അതിജീവിതം പറയുന്നത്. ഇപ്പം അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഇനി ഇതുപോലെ ഫെനി ഇതുപോലുള്ള കൂടുതൽ ചാറ്റുമായിട്ട് പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, തെളിവുമായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് തുടക്കം തന്നെ ഫെനിയെ ഒതുക്കി അടിച്ച് താത്തു വയ്ക്കാനുള്ള പരിപാടിയാണ് നോക്കിയത് നമുക്കെല്ലാം അറിയാം. അല്ലെങ്കിൽ ഫെനി കൂടുതൽ തെളിവുകളുമായിട്ട് മുമ്പോട്ട് വരുമെന്ന് അറിയാം. അപ്പം ഫെനി തന്നെ പറയുന്നുണ്ട് ഇതെല്ലാം കൂടുതൽ ചാറ്റുകൾ അഡ്വക്കേറ്റ് ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഡ്വക്കേറ്റിന് കൈമാറിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് പറയുന്നു. അപ്പം അതുമായിട്ട് മുമ്പോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തുടക്കം തന്നെ ഫെനിക്ക് ഒരു കൊട്ട് കൊടുത്ത് അവിടെ ഇരുത്താമെന്നുള്ളൊരു ഇവർക്ക് തോന്നിയത്. അപ്പം എന്തായാലും ഈ പരാതിക്കാരിയുടെ വോയിസും കൂടെ നമുക്ക് കേൾക്കാം. ഇവിടെ ഇപ്പം പരാതിക്കാരിയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ ഓടി നടന്ന് കേസെടുക്കുന്നുണ്ടല്ലോ. ഇപ്പം പരാതിക്കാരിയുടെ വോയിസ് ഉൾപ്പെടെ ചാനലുകാർ പുറത്തുവിട്ടപ്പോഴത്തേക്ക് അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല അല്ലേ? എന്തായാലും ആ ഒരു വോയിസും കൂടെ പരാതിക്കാരി പറയുന്നതും കൂടെ ഒന്ന് കേട്ട് നോക്ക്. രാഹുല് എനിക്ക് പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞാൽ ഇറങ്ങി ഓടുന്ന ഒരു സ്വഭാവം കൂടി ഉണ്ട്. അപ്പൊ നിങ്ങളെ ചാറ്റ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇറങ്ങി ഓടാൻ പറ്റില്ല, എനിക്ക് ഇത്ര സമയമാണെന്ന് ഞാൻ പറയുന്നുണ്ട്, എനിക്ക് സേഫ് ആയിട്ടൊരു സ്ഥലം വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ രാഹുലിനെ കാണാൻ വരും എന്ന് പറയുമ്പോൾ ഞാൻ രാഹുലിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ആരെങ്കിലും കൊണ്ടുവരും. രാഹുലിൻ്റെ സൈഡിൽ നിന്ന് രാഹുലിൻ്റെ അമ്മയോ ചേച്ചിയോ കുറച്ച് ഫ്രണ്ട്സിൻ്റെ പേരുണ്ട്, അത്രയും ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫെനി ആരെങ്കിലും കൊണ്ടുപോകും. ഫെനിയാണെങ്കിൽ ഞാൻ അത്രയും കംഫർട്ടബിൾ ആണ്, എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല എന്ന് ഞാൻ രാഹുലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതേ കാര്യം ഞാൻ ഫെനിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഫെനി ഞാൻ ഒറ്റയ്ക്കല്ല വരുന്നത്, ഞാൻ വരുമ്പോൾ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് എൻ്റെ കൂടെ കാണും. അപ്പോൾ രാഹുലിൻ്റെ കൂടെ നീ വരുന്നതാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, എനിക്ക് നിന്നെ കാണുകയും കൂടി ചെയ്യാലോ എന്ന് ഞാൻ ഫെനിയുടെ അടുത്ത് പറയുന്നുണ്ട്. പിന്നീട് ഞാൻ ഈ സേഫ് പ്ലേസ് വേണമെന്ന് പറയുന്നുണ്ട് ഇവരായിട്ട്. അതൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തലയും പാലുമില്ലാത്ത കുറച്ച് ചാറ്റുകൾ മാത്രം പുറത്ത് വിട്ട് എന്നെ പീഡിപ്പിച്ച ഒരാളെ വീണ്ടും എനിക്ക് 3-4 മണിക്കൂർ കാണണമെന്ന് പറയുമ്പോൾ എന്നെ സുരക്ഷിതം ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് അത് പുറത്തു വിട്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. 3-4 മണിക്കൂർ കാണുമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എനിക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് സമാധാനത്തോടെ ഇന്ന് സംസാരിച്ച് ഐ നീഡ് ക്ലോഷർ, അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. സേഫ് ആയിട്ടുള്ള സ്ഥലം വേണമെന്നാണ് ഞാൻ പറയുന്നത്. അത് ഓഫീസ് പറ്റത്തില്ല എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഞാൻ കാരണം പറഞ്ഞത് എന്ന കാരണം കൊണ്ടാണ് ഓഫീസ് പറ്റത്തില്ല എന്ന് പറയുന്നത്. മറ്റെവിടെയായാലും എനിക്ക് കുഴപ്പമില്ല, രാത്രിയായാലും പകലായാലും കുഴപ്പമില്ല. ബിക്കോസ് ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ കൂടെ ആൾക്കാരുണ്ട്, അവിടുന്ന് ആൾക്കാരെ പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ 3-4 മണിക്കൂറിൽ എനിക്ക് വീണ്ടും രാഹുലിനോട് ഫിസിക്കൽ കോൺടാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പോകുന്നത്. പിന്നീട് ഇവരിങ്ങനെ ഒഴിഞ്ഞു മാറി എനിക്ക് മനസ്സിലായി ഇവര് ഒഴിവാക്കുവാണ്. പറഞ്ഞിട്ട് ചെല്ലുവാണെങ്കിൽ രാഹുൽ മുങ്ങും എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് രാഹുലിനോട് പറയാതെയാണ് ഞാൻ പാലക്കാട് ചെല്ലുന്നത്. അപ്പോൾ പാലക്കാട് ചെന്നപ്പോൾ രാഹുൽ ചെയ്തത് ആള് എന്നെ കോൾ എടുക്കാതെ രാഹുലിന്റെ സ്റ്റാഫിനെ കൊണ്ട് ഫസലുണ്ട്, ആലിവിനുണ്ട്, അവരെ കൊണ്ട് ഇങ്ങനെ മാറി സംസാരിപ്പിച്ച് ചേച്ചി ഇവിടുത്തെ സാഹചര്യം ഇങ്ങനെയാണ്, രാഹുലിനെ സംസാരിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ കണ്ണാടിയിലാണ്, മാത്തൂരാണ് ഞങ്ങളുടെ ഹൗസ്, ചേച്ചിയുടെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളുടെ അവസ്ഥയാണ് ചേച്ചി ഒന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് രാത്രി വരെ എന്നെ പാലക്കാട് തന്നെ ഇട്ട് ഞാൻ കറങ്ങുമായിരുന്നു. ഇവർ പറയുന്നതനുസരിച്ച് ചേച്ചി ഞങ്ങളിപ്പോൾ ടൗണിൽ വരും, ഞങ്ങൾ അവിടെ വരും, ഞങ്ങൾ ഇവിടെ വരും എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആ ലൊക്കേഷനിലോട്ട് പോകും. അങ്ങനെ രാഹുൽ എനിക്ക് കാണാൻ പറ്റിയില്ല. നെക്സ്റ്റ് ഡേ രാഹുൽ എനിക്ക് മനസ്സിലായി രാഹുലിന്റെ ഫ്ലാറ്റ് ഉണ്ടാകുന്ന ഉദ്ദേശമില്ല, ക്ലോഷർ വരാനും ഉദ്ദേശമില്ല, എന്നെ വേണ്ടി ഇങ്ങനെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇതാണ് ഇയാളുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായത്. ഞാൻ രാഹുലിനോട് പറഞ്ഞു രാഹുലെ എനിക്ക് കൃത്യം ക്ലാരിറ്റി കിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാലും പിന്നെ പറഞ്ഞു ഞാൻ റെസ്പോണ്ട് ചെയ്യും, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് രാഹുൽ എന്നെ വീണ്ടും രാഹുൽ ഭീഷണി രാഹുലിന്റെ സ്ഥിരം പരിപാടിയാണ്. രാഹുൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, വീണ്ടും എങ്ങനെയാണ് ഇത്രയും ട്രോമ നൽകുന്ന ഒരാളുടെ അടുത്തോട്ട് നമ്മൾ വീണ്ടും എത്തുന്നതിന്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ട്രോമ ബോണ്ട് എന്താണെന്ന് അറിയണം, ഒരു നാർസിസിസ്റ്റ് എന്താണെന്ന് അറിയണം. നമ്മൾ ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരു ട്രോമ കഴിയുമ്പോൾ ഒരു മനുഷ്യന് ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ പ്രശ്നങ്ങളും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ എല്ലാവരും മനസ്സിലാക്കണം. അതിലൂടെ ഒരു ഭീഷണിയിലൂടെ ആയിട്ട് നിങ്ങൾക്കത് ഭീഷണിയാണോ സ്നേഹമാണോ എന്ന് പോലും മനസ്സിലാകാതെയാണ് നമ്മൾ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഈ രാഹുൽ.
അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട് ഇതിന് പുറകിൽ. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള സംസാരമാണ് ഈ ഒരു ഐഡിയയും കിട്ടാതെ തലയും അറിവില്ലാതെ ഫെനിനെ പുറത്തു വിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒത്തിരി ആലോചിച്ച് ഇതിൽ ഞാൻ ഇങ്ങനെ ഒരു കാര്യമായിട്ട് മുന്നോട്ട് വരുമ്പം ഞാൻ ഇത്ര വ്യക്തി ചെയ്യപ്പെടും, സംശയം ഉണ്ടാകും, മാരീഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് ഇതെല്ലാം ഇതിനപ്പുറം കേൾക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് വന്നത്. ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഞാൻ നേരത്തെ ഇവിടെ ഫെനി പുറത്തു വിട്ടത് വാലും തലയും ഇല്ലാത്ത ചാറ്റുകളാണെന്നാണ് ഈ വ്യക്തി പറയുന്നത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് മറ്റൊരു സ്ത്രീയുമായിട്ടും ബന്ധമില്ല എന്ന് ഫെനി പറഞ്ഞെന്നിരിക്കട്ടെ, അപ്പോൾ സ്വന്തം കഴുത്തിൽ താലി കെട്ടിയ സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച് മറ്റൊരു പുരുഷൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഒരു വ്യക്തി പറയുന്ന വാക്കിന് എന്ത് ക്രെഡിബിലിറ്റിയാണുള്ളത്?